കഴിഞ്ഞ മാസം ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ പബ്ലിഷ് ചെയ്തു വന്ന ഒരു ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ജേണലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാവുന്നതാണ്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരിക്കും. ഏലിയൻസിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞു എന്നുള്ളൊരു വാർത്തയായിരുന്നു. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ചിത്രീകരിച്ച അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത സ്പെക്ട്രോസ്കോപ്പിക് ഡേറ്റയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ആ വാർത്ത വന്നത്. പക്ഷേ അതൊരു ശാസ്ത്ര പ്രബന്ധമായിട്ട് പബ്ലിഷ് ചെയ്തു വന്നിരുന്നില്ല. പീർ റിവ്യൂ ഒക്കെ കഴിഞ്ഞ് പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഫാക്റ്റായിട്ട് മാറുന്നത്. കഴിഞ്ഞ മാസം അത് പീർ റിവ്യൂവിനൊക്കെ ശേഷം പബ്ലിഷ് ചെയ്തു വന്നിരിക്കുകയാണ്. അതായത് ആ അനുമാനം ഉറപ്പിച്ചിരിക്കുകയാണ്. ഒരു അന്യഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുമാനമാണ്. ആ അന്യഗ്രഹത്തിൽ നിന്നും ഒരു വാതകത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ഗ്യാസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. ജീവജാലങ്ങളുള്ള ഒരു ഗ്രഹത്തിൽ മാത്രം ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു വാതകത്തെയാണ് കണ്ടെത്തിയത്. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ലിയോ നക്ഷത്ര രാശി, ആ നക്ഷത്ര രാശിയുടെ നേർക്ക് 124 പ്രകാശവർഷം ദൂരം യാത്ര ചെയ്തു പോകുമ്പോൾ നമുക്ക് ഒരു നക്ഷത്രത്തെ കാണാൻ സാധിക്കും. ആ നക്ഷത്രത്തിൻ്റെ പേര് K218 എന്നാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഒരിക്കലും കാണാൻ സാധിക്കാത്ത ഒരു നക്ഷത്രമാണ്. കാരണം അതൊരു റെഡ് ഡ്വാർഫ് വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. 124 പ്രകാശവർഷം എന്ന് പറയുന്നത് അത്ര വലിയ ദൂരമൊന്നുമല്ല. പക്ഷേ റെഡ് ഡ്വാർഫ് വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇത് കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. നമ്മുടെ ഏറ്റവും അരികിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമായ പ്രോക്സിമ സെൻറ്റോറിയെ പോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം അതും ഒരു റെഡ് ഡ്വാർഫ് വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. K218 എന്ന നക്ഷത്രത്തിൻ്റെ മാസ് നമ്മുടെ സൂര്യൻ്റെ മാസിൻ്റെ പകുതി മാത്രമാണുള്ളത്. വലിപ്പത്തിൻ്റെ കാര്യത്തിലും സൂര്യൻ്റെ വലിപ്പത്തിൻ്റെ പകുതി മാത്രമേ ആ നക്ഷത്രത്തിനുള്ളൂ. അതിനെ വലം വെച്ചുകൊണ്ട് 2 ഗ്രഹങ്ങളുണ്ട്. 2 ഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമില്ല. 2 ഗ്രഹങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധ്യമായിട്ടുണ്ട്. K218c എന്നും K218b എന്ന പേരിലുമാണ് അവ അറിയപ്പെടുന്നത്. ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു വന്നിരിക്കുന്ന ശാസ്ത്ര പ്രബന്ധത്തിൽ പ്രതിപാദിക്കുന്നത് K218b എന്ന എക്സോപ്ലാനറ്റിനെ കുറിച്ചാണ്. അതൊരു സൂപ്പർ എർത്ത് വിഭാഗത്തിൽപ്പെടുന്ന ഗ്രഹമാണ്. അതായത് നമ്മുടെ ഭൂമിയേക്കാൾ കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു ഗ്രഹമാണ്. എന്നാൽ നെപ്റ്റ്യൂണിൻ്റെ അത്രയും വലിപ്പമില്ല. കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയുടെ വലിപ്പത്തിൻ്റെ 9 ഇരട്ടിയിലധികം വലിപ്പമുണ്ട് ഈ ഗ്രഹത്തിന്. ഈ ഗ്രഹത്തിന് അതിൻ്റെ നക്ഷത്രത്തെ ഒരു തവണ വലം വയ്ക്കാൻ വെറും 33 ദിവസങ്ങൾ മാത്രം മതി. അതായത് ആ ഗ്രഹത്തിലെ ഒരു വർഷം എന്ന് പറയുന്നത് വെറും 33 ദിവസങ്ങൾ മാത്രമാണ്. അതിൻ്റെ കാരണം അതിൻ്റെ ശക്തമായിട്ടുള്ള വേഗതയൊന്നുമല്ല. അതിൻ്റെ നക്ഷത്രത്തിൻ്റെ വളരെ അരികിലാണ് ഈ എക്സോ പ്ലാനറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 0.14 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് മാത്രമാണ്. ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരമാണ്. അത് 15 കോടി കിലോമീറ്റർ ആണ്. അതായത് ഈ നക്ഷത്രവും ഗ്രഹവും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിൻ്റെ 10 മാത്രമാണ്. അത്രയും അരികിലൂടെ അത് സഞ്ചരിച്ചു പോവുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ജീവജാലങ്ങൾ ഉണ്ടാവുക എന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. തീർച്ചയായിട്ടും അവിടെ ജീവജാലമുണ്ട്. കാരണം സൂര്യനെ പോലുള്ള ഒരു നക്ഷത്രമല്ല, അത് കുറേ കൂടെ ഡിമ്മായിട്ടുള്ള വളരെ കുറച്ച് മാത്രം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മങ്ങിയ നക്ഷത്രമാണ്. അതേ കാരണത്താൽ തന്നെ 0.14 ആസ്ട്രോണോമിക്കൽ യൂണിറ്റിൽ നിൽക്കുന്ന ആ ഗ്രഹം ആ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിലാണെന്ന് നമുക്ക് പറയാം. എല്ലാ നക്ഷത്രങ്ങൾക്കും ഒരു ഹാബിറ്റബിൾ സോണുണ്ട്. അതായത് ആ നക്ഷത്രത്തിൽ നിന്നും ഒരു നിശ്ചിത അകലം മാറിയുള്ള ഒരു വലിയ പ്രദേശമാണ്. നമ്മുടെ ഭൂമി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സൂര്യൻ്റെ ഹാബിറ്റബിൾ സോണിലാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നമുക്ക് ജലത്തെ ദ്രാവക രൂപത്തിലും വാതക രൂപത്തിലും ഖരരൂപത്തിലും കാണാൻ സാധിക്കുന്നതാണ്. അത് വല്ലാത്തൊരു കോമ്പിനേഷൻ തന്നെയാണ്. അങ്ങനൊരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അവിടെ ജീവജാലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്നാൽ അതിനു ഉപരിയായിട്ട് ഇപ്പോൾ ഒരു വാതകത്തിൻ്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. DMS അല്ലെങ്കിൽ ഡൈമീഥൈൽ സൾഫൈഡ് എന്നാണ് ആ വാതകത്തിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജീവജാലങ്ങളുള്ള ഒരു ഗ്രഹത്തിൽ മാത്രമേ ഈ വാതകം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. നമ്മുടെ ഭൂമിയിൽ ഈ വാതകത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ വാതകത്തെ സൃഷ്ടിക്കുന്നത് സമുദ്രങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ പ്ലാങ്ക്ടനുകളാണ്. വലിയ രീതിയിൽ തന്നെ ഫൈറ്റോ പ്ലാങ്ക്ടൻ ഉണ്ട്. നമ്മൾ പറയാറുണ്ട് മരങ്ങൾ മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ്റെ ലഭ്യത കുറയും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതാണ്. എന്നാൽ മരങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൻ ആണ്. ഫൈറ്റോ പ്ലാങ്ക്ടൻ കൂടുതലായിട്ട് ഓക്സിജനെ വെളിയിലേക്ക് പുറന്തള്ളുന്നതാണ്.
കൂടാതെ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡിനെ അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതുമാണ്. മരങ്ങളെപ്പോലെ തന്നെയാണ്, പക്ഷേ എണ്ണത്തിൽ മരങ്ങളെക്കാളൊക്കെ വളരെയധികം കൂടുതലാണ് ഫൈറ്റോപ്ലാങ്ക്ടൺ. ഈ പറഞ്ഞിരിക്കുന്ന ഗ്രഹത്തിലും ഫൈറ്റോപ്ലാങ്ക്ടൻ്റെ സാന്നിധ്യമാണ് ഗവേഷകർ അനുമാനിക്കുന്നത്. ചുരുക്കത്തിൽ ആ ഗ്രഹത്തിൽ ജീവജാലങ്ങൾ അല്ലെങ്കിൽ ഏലിയൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതൊരു ഹൈസിയൻ വിഭാഗത്തിൽപ്പെടുന്ന എക്സോ പ്ലാനറ്റ് ആണ്. ഹൈസിയൻ വിഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ധാരാളമായിട്ടും ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്, അതിന് പുറമേ ധാരാളമായി സമുദ്രം അടങ്ങിയിട്ടുള്ള ഒരു ഗ്രഹം കൂടിയാണ്. ആ ഗ്രഹത്തിൻ്റെ ക്രസ്റ്റ് പൂർണ്ണമായിട്ടും സമുദ്രമാണെന്ന് പറഞ്ഞാലും അതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ ഭൂമിയിൽ ധാരാളമായിട്ട് സമുദ്രമുണ്ട്, കരഭാഗം വളരെ കുറച്ച് മാത്രമാണ്. പക്ഷേ ഇവിടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ എന്ന വാതകമാണ്. അതേസമയം ഹൈസിയൻ വിഭാഗത്തിൽപ്പെടുന്ന ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ്റെ പകരം ഹൈഡ്രജനാണ്. പിന്നെ ചെറിയ അളവിൽ ഹീലിയവും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മീഥേൻ്റെയും വലിയൊരു സാന്നിധ്യം തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അമോണിയത്തിൻ്റെ അളവ് കണ്ടെത്താൻ സാധ്യമായിട്ടുമില്ല. അത് സൂചിപ്പിക്കുന്നത് സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രഹത്തെ തന്നെയാണ്. കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അതിനെ നമ്മൾ ഹരിതഗ്രഹ വാതകങ്ങൾ എന്ന പേരുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഭൂമിയിൽ ഈ വാതകങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരിക്കും ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുന്നതല്ല. ഇവിടെ എല്ലായ്പ്പോഴും അതിശക്തമായിട്ടുള്ള ശൈത്യമായിരിക്കും ഉണ്ടായിരിക്കുക. മനുഷ്യരെ പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവജാലങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ അത്യാവശ്യം താപനില വേണ്ടതാണ്. സൂര്യനുമായിട്ടുള്ള ദൂരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, പക്ഷേ അതിനു ഉപരിയായിട്ട് സൂര്യനിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്ന പ്രകാശം അല്ലെങ്കിൽ ഊർജം, ആ ഊർജത്തെ ഇവിടെ കുറേ നേരത്തേക്ക് നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിലനിർത്തുന്നത് ഈ ഹരിതഗ്രഹ വാതകങ്ങൾ തന്നെയാണ്. ഈ ഹൈസിയൻ എക്സോ പ്ലാനറ്റിലും നമ്മൾ ആ വാതകങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പലർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാതകങ്ങളുടെ സാന്നിധ്യം നമ്മൾ കണ്ടെത്തുന്നത്? ആ നക്ഷത്രത്തെ കണ്ണുകൊണ്ട് പോലും കാണാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് അവിടെ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രഹത്തിലെ വാതകത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുക? അവിടുത്തെ ഏതെങ്കിലും വീഡിയോ ദൃശ്യമോ ഫോട്ടോഗ്രാഫോ എടുത്തിട്ടാണോ ഈ ഒരു വീക്ഷണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്? അങ്ങനെയല്ല ശാസ്ത്രത്തിൻ്റെ പ്രവർത്തനം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്, അല്ലെങ്കിൽ ഒരു ടൂളാണ്. ആ ടൂളിലൂടെ അവിടെ നിന്ന് എത്തിച്ചേരുന്ന പ്രകാശത്തിൻ്റെ ഫ്രീക്വൻസിയെ നമുക്ക് കൃത്യമായിട്ട് അളന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതൊരു റെഡ് ഡ്വാർഫ് വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമാണെന്ന് പറഞ്ഞല്ലോ. അതായത് അവിടെ നിന്ന് വെളിയിലേക്ക് വരുന്ന പ്രകാശം എത്രമാത്രം ഉണ്ടെന്നും അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കുമെന്നുമൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം. അതിൻ്റെ മുൻപിലൂടെ ഒരു ഗ്രഹം കടന്നു പോവുകയാണെങ്കിൽ ഈ പ്രകാശത്തിൻ്റെ കുറേയധികം ഭാഗം ആ ഗ്രഹം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതാണ്, അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിക്കാതെ തടയുന്നതാണ്. എന്നാൽ പൂർണ്ണമായിട്ടും അത് തടയപ്പെടുന്നില്ല. കുറച്ചു ഭാഗങ്ങളൊക്കെ അതിൻ്റെ അന്തരീക്ഷത്തിലൂടെ കടന്ന് നമ്മളിൽ എത്തിച്ചേരുന്നതാണ്. അന്തരീക്ഷത്തിലൂടെ കടക്കുമ്പോൾ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങൾ അല്ലെങ്കിൽ ആറ്റംസുമായിട്ട് ഈ പ്രകാശം ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. പദാർത്ഥങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓരോ പദാർത്ഥങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ വേവ് ലെങ്തിലുള്ള പ്രകാശത്തെ അബ്സോർബ് ചെയ്യുന്നതാണ്. ഇപ്രകാരം ആ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അവിടെ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളുടെ സാന്നിധ്യം അനുസരിച്ച് ചില അളവിലുള്ള അല്ലെങ്കിൽ ചില ഫ്രീക്വൻസിയിൽ വരുന്ന പ്രകാശത്തെ തടയപ്പെടുകയാണ്. അവശേഷിക്കുന്ന പ്രകാശം മാത്രമാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ ലഭ്യമാകുന്നതിനെ നമുക്ക് ഒരു പ്ലോട്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ സ്പെക്ട്രോഗ്രാഫ് എന്ന് പറയുന്നത്. ആ സ്പെക്ട്രോഗ്രാഫ് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഏതാണെന്ന് അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഓരോ എലമെൻറ്റിനും വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസിയിലുള്ള പ്രകാശത്തെയാണ് തടയാൻ സാധിക്കുക. മിസ്സിംഗ് ആയിട്ടുള്ള സ്പെക്ട്രം അല്ലെങ്കിൽ ഫ്രീക്വൻസി ഏതാണെന്ന് പരിശോധിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ആ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഉണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. ജെയിംസ് വെബ് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി. പക്ഷേ അതിൻ്റെ ഡേറ്റകൾ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറച്ചധികം വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഡീറ്റെയിലുകൾ ലഭ്യമാവുകയുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തു വരികയുള്ളൂ. പുതിയ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് അതൊരു വീഡിയോ ആക്കി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്.
ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.